രാഘവ മാഷിൻ്റെ ഫോക്ക് ഫ്ലേവർ, ദക്ഷിണമൂർത്തി സ്വാമികളുടെ കർണാടക സംഗീത ഫ്ലേവർ, ബാബുരാജിൻ്റെ ഹിന്ദുസ്ഥാനി സംഗീത ഫ്ലേവർ, ദേവരാജൻ മാഷിൻ്റെ ഇൻ്റലക്ച്വൽ ഫ്ലേവർ, അതിലേക്ക് സലീൽ ചൗധരിയുടെ ഓർക്കസ്ട്രേഷൻ ഫ്ലേവർ, ഇതെല്ലാം ചേർന്നതായിരുന്നു 1960കളിലും 70കളിലും മലയാള സിനിമാ സംഗീതം. സലീൽ ചൗധരി വംഗദേശക്കാരൻ അഥവാ ബംഗാളി, മലയാള സിനിമയുടെ ദത്തുപുത്രനാണ്. മലയാള സിനിമാ സംഗീതം ഓർക്കസ്ട്രേഷൻ്റെ ഒരു റിച്ച്നെസ് അനുഭവിക്കുന്നത് സലീൽ ചൗധരിയുടെ വരവോട് കൂടിയാണെന്ന് പറയാം. ഫോക്ക് താളങ്ങളിലേക്ക് വെസ്റ്റേൺ ഓർക്കസ്ട്രേഷൻ, പാട്ടുകളുടെ പശ്ചാത്തല സംഗീതത്തിൽ ഹാർമോണിക് ആയിട്ടുള്ള കൗണ്ടർ മെലഡികൾ, പാട്ടുകളുടെ പശ്ചാത്തല സംഗീതത്തിലേക്ക് പാശ്ചാത്യ സംഗീതോപകരണങ്ങൾ കൊണ്ടുള്ള ലീഡ് മെലഡികൾ, സംഘം ചേർന്നുള്ള ആലാപനങ്ങളിൽ വെസ്റ്റേൺ കോറൽ സംഗീത ശൈലിയിൽ ഹാർമോണിക് പാർട്സ്, പാനത്ത് പറക്കണ ചെമ്പരുന്തേ, പാനത്ത് പറക്കണ ചെമ്പരുന്തേ, മീനിന്നു മത്തിയോ ജമ്മീനോ, മീനിന്ന് മത്തിയോ ജമ്മീനോ. ഇതെല്ലാം ചേർന്ന ഒരു മായാപ്രപഞ്ചമായിരുന്നു സലീൽ ചൗധരിയുടെ ഓർക്കസ്ട്രേഷൻ. അദ്ദേഹം ഒരുപാട് സംഗീതോപകരണങ്ങൾ സ്വയം വായിക്കുമായിരുന്നു അത്രേ. അക്കാര്യത്തിൽ നമ്മുടെ ജോൺസൺ മാഷിൻ്റെ ഒരു വലിയേട്ടനായി വരും. വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ഫോക്ക് ഈണങ്ങൾ, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം, വെസ്റ്റേൺ ഹാർമോണിക് സംഗീതം, ഇത് മൂന്നും സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗീതമായിരുന്നു സലീൽ ചൗധരി. സലീൽ ചൗധരിയുടെ മലയാളത്തിലേക്കുള്ള വരവ് ഒരു ഒറ്റയാൻ വരവായിരുന്നില്ല. അദ്ദേഹം വന്നതിനെ തുടർന്ന് ഹിന്ദി സിനിമയിൽ നിന്നും ഒരുപാട് സംഗീതജ്ഞർ മലയാള സിനിമയിൽ പ്രവർത്തിച്ചിരുന്നു. പാട്ടുകാരുടെ കാര്യം തന്നെ എടുക്കാം. സലീൽ ചൗധരിയുടെ ആദ്യകാല സിനിമകളിൽ മന്നാടെ ചെമ്മീനിലും ലതാ മങ്കേഷ്കർ നെല്ലിലും പാട്ടുകൾ പാടി. മാനസമൈനി വരൂ മധുരം നുള്ളി തരൂ, കദളി കൺകദളി ചെങ്കദളി പൂവേണു കവിളിൽ പൂമദമുള്ളുരു പെൺപൂവേണു പുകാര. തലത് മുഹമ്മദും മലയാളത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് ബാബുരാജിൻ്റെ സംഗീതത്തിലാണ്. ചിത്രം ദ്വീപ്. പക്ഷേ ദ്വീപ് എന്ന ആ ചിത്രത്തിലെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സലീൽ ചൗധരിയാണ്. കടലേ നീലക്കടലേ നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ, നീറുന്ന ചിന്തകളുണ്ടോ. സലീൽ ചൗധരിയുടെ ഈ സിനിമയിലെ സാന്നിധ്യം തലത് മുഹമ്മദ് ഈ സിനിമയിൽ പാടിയതിന് ഒരു കാരണമായിരുന്നിരിക്കാം. തുടർന്ന് അങ്ങോട്ട് സംഗീത സംവിധായകരായ ഉഷാ ഖന്നയും രവീന്ദ്ര ജെയിനും
മലയാള സിനിമയിൽ സംഗീതം നൽകി. പാട്ടുകാരായ ആശാ ഭോസ്ലെയും ഹേമലതയും രവീന്ദ്ര ജെയിൻ്റെ സംഗീതത്തിൽ മലയാളത്തിൽ പാട്ടുകൾ പാടി. സ്വയംവര ശുഭദിന മംഗളങ്ങൾ അനുമോദനത്തിൻ്റെ ആശംസകൾ ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ അഭയം നീ അരുളൂ അഭയം നീ അരുളൂ. ഇതിൽ ഹേമലതയെക്കുറിച്ച് രണ്ട് വാക്ക്. ചിറ്റോർ എന്ന യേശുദാസൻ ദേശീയ അവാർഡ് കിട്ടിയ ചിത്രം, ഹിന്ദി ചിത്രം, അതിലെ സംഗീതം രവീന്ദ്ര ജെയിൻ തന്നെയാണ്. ആ ചിത്രത്തിൽ ജബ് ദീപ് ജലയാന എന്നുള്ള ആ പ്രശസ്ത ഗാനം യേശുദാസിൻ്റെ ഒപ്പം യുഗ്മഗാനമായി പാടിയിരിക്കുന്നത് ഹേമലതയാണ്. ഉച്ചാരണത്തിൽ വലിയ നിഷ്കർഷ പാലിച്ചിരുന്ന ദേവരാജൻ മാഷ് പോലും കിഷോർ കുമാറിനെ കൊണ്ട് തൻ്റെ സിനിമയിൽ പാട്ട് പാടിച്ചു അയോധ്യ എന്ന ചിത്രത്തിൽ. ABCD ചേതൻ കേടി അനിയൻ തേടി അടി ഇടി പിടി അടി ഇടി പിടി. ഇതെല്ലാം കാണിക്കുന്നത് ഹിന്ദി സിനിമാ സംഗീതവുമായിട്ടുള്ള ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് അന്നത്തെ മലയാള സിനിമാ സംഗീത പ്രവർത്തകർ ഏറെ ആസ്വദിച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ്. അങ്ങനെ രാഘവ മാഷിൻ്റെ ഫോക്ക് ഫ്ലേവർ, ദക്ഷിണമൂർത്തി സ്വാമികളുടെ കർണാടക സംഗീത ഫ്ലേവർ, ബാബുരാജിൻ്റെ ഹിന്ദുസ്ഥാനി സംഗീത ഫ്ലേവർ, ദേവരാജൻ മാഷിൻ്റെ ഇൻ്റലക്ച്വൽ ഫ്ലേവർ, അതിലേക്ക് സലീൽ ചൗധരിയുടെ ഓർക്കസ്ട്രേഷൻ ഫ്ലേവർ, ഇതെല്ലാം ചേർന്നതായിരുന്നു 1960കളിലും 70കളിലും മലയാള സിനിമാ സംഗീതം. 80കളിലും 90കളിലും അതിനുശേഷവും സിനിമാ സംഗീതത്തിൽ ഓർക്കസ്ട്രേഷന് വലിയൊരു റോൾ വഹിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ പയനിയർ സലീൽ ചൗധരി തന്നെയായിരുന്നു എന്ന് വേണം കരുതാൻ. ചെമ്മീൻ, നെല്ല് എന്നുള്ള സിനിമകൾക്ക് ശേഷം മലയാള സിനിമയിൽ സലീൽ ചൗധരിയുടെ ഒരു തേരോട്ടമാണ് കണ്ടത്. തേരോട്ടം. ഏതൊരു തേരോട്ടത്തിലും ചില കൊളാറ്ററൽ ഡാമേജുകൾ സംഭവിക്കും. ചില മാണിക്യക്കല്ലുകൾ തെറിച്ചു പോകും, കാണാതാകും, ഉടഞ്ഞു പോകും. സലീൽ ചൗധരിയുടെ നിറവുള്ള പശ്ചാത്തല സംഗീതത്തിലും അത്തരം ചില മാണിക്യക്കല്ലുകൾ കാണാതായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. പാട്ട് ശ്രദ്ധിക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സംഗീതത്തിൻ്റെ നിറവിൽ പാട്ടിലെ വരികൾ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. ഇത് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് വയലാറിൻ്റെ പാട്ടുകൾക്കാണ്. കാരണം വയലാറ് പാട്ട് എഴുതിയതിന് ശേഷമാണ് സലീൽ ചൗധരി സംഗീതം നൽകിയിരുന്നത്. ONVയുടെ പാട്ടുകൾക്ക് ഇതധികം സംഭവിച്ചിട്ടില്ല. കാരണം സലീൽ ചൗധരി ഈണം നൽകിയതിന് ശേഷം അതനുസരിച്ച് വരികൾ എഴുതുകയായിരുന്നു ONV പലപ്പോഴും. അത്തരം വയലാറിൻ്റെ ഒരു മാണിക്യക്കല്ല്, സലീൽ ചൗധരിയുടെ സംഗീതത്തിൻ്റെ നിറവിൽ അധികം വരികൾ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കാതെ പോയ ഒരു മാണിക്യക്കല്ല്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വയലാർ സലീൽദായുടെ ആ മാണിക്യക്കല്ല് ഒന്ന് വീണ്ടെടുക്കാൻ ശ്രമിക്കാം. അതുവരെ സലീൽ ചൗധരിയുടെ പാട്ടുകൾ കേട്ട് ആസ്വദിക്കാം. അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം. സലീൽ ചൗധരി സംഗീതത്തിൻ്റെ നിറവ്, ദ കൊളാറ്ററൽ ഡാമേജ്. കരളിലെ മോഹവും കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല മനെ അടങ്ങുകില്ല.